മന്ത്രി സജി ചെറിയാന്റെ പരാമർശം തെറ്റായി പ്രചരിപ്പിച്ചുവെന്ന് CPM മലപ്പുറം ജില്ലാ സെക്രട്ടറി BP അനിൽ. RSSനോടും ജമാഅത്തെ ഇസ്ലാമിയോടുമുള്ള CPM നിലപാടിൽ മാറ്റമില്ല. ജമാഅത്തെ പരിപാടിയിൽ വർഗീയതയ്ക്കെതിരായാണ് V അബ്ദുറഹ്മാൻ സംസാരിച്ചത്. പരിപാടിയിൽ പങ്കെടുത്ത സാഹചര്യം ഏതാണെന്ന് വ്യക്തമാക്കേണ്ടത് അദ്ദേഹമാണെന്നും BP അനിൽ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. കഴിഞ്ഞ ദിവസം മലപ്പുറം തിരൂരിൽ നടന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ ബൈത്തു സക്കാത്ത് പരിപാടിയിൽ മന്ത്രി V അബ്ദുറഹ്മാൻ പങ്കെടുത്തിരുന്നു. അതിൻ്റെ ദൃശ്യങ്ങളടക്കം മാതൃഭൂമി ന്യൂസ് പുറത്തുവിടുകയും ചെയ്തിരുന്നു. എന്നാൽ അതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. മന്ത്രി V അബ്ദുറഹ്മാൻ പങ്കെടുക്കുന്നതിനെ ചൊല്ലിയൊക്കെയാണ് വിവാദം നടക്കുന്നത്. എനിക്കൊപ്പം ഇപ്പോൾ മലപ്പുറം CPM ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള BP അനിൽ ചേരുകയാണ്. അല്ല, അതിൻ്റെ പൂർണ്ണമായ വിവരങ്ങളൊന്നും എൻ്റെ അടുത്തില്ല. ഞാനിന്ന് വാർത്ത കണ്ടിട്ടുള്ളവരേ ഉള്ളൂ. അദ്ദേഹത്തെ എനിക്ക് കിട്ടിയില്ല. അദ്ദേഹം സഭയിലാണ്. അദ്ദേഹമാണ് അതിനെ സംബന്ധിച്ചിടത്തോളമുള്ള ഏത് സാഹചര്യത്തിലാണ് പോകേണ്ടി വന്നത് എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം വിശദമാക്കേണ്ടത്. അദ്ദേഹം തന്നെ വിശദമാക്കിക്കോളും. അപ്പോൾ അതിൽ തോന്നിയത് എനിക്ക് അതൊരു ട്രസ്റ്റിൻ്റെ ഒരു ആതുര ശുശ്രൂഷ രംഗവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ചാരിറ്റി പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നടന്നിട്ടുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ ഞാനവിടെ വിളിച്ച് അന്വേഷിച്ചപ്പോൾ കിട്ടിയ വിവരം അദ്ദേഹത്തിൻ്റെ അയൽവാസികളാരൊക്കെയോ ചേർന്ന് അദ്ദേഹത്തെ ക്ഷണിച്ചതാണ്, അങ്ങനെ പോയതാണ് എന്നുള്ളതാണ് ഒരു പ്രാഥമികമായ അറിവ്. അതേസമയത്ത് ജമാഅത്തെ ഇസ്ലാമിയോടും RSSനോടും ഒക്കെ എടുക്കുന്ന സമീപനത്തിൽ CPMനെ സംബന്ധിച്ചിടത്തോളം മറ്റു മാറ്റമില്ല. അത് രണ്ടും RSS മതരാഷ്ട്രവാദം ഉയർത്തുന്നുണ്ടെങ്കിൽ അതേപോലെ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനം തന്നെയാണ് ഇവരും എടുത്തുകൊണ്ടിരിക്കുന്നത്. അത് രണ്ടും നാടിന് ആപത്താണ് എന്നുള്ളതാണ് CPIM എന്നും പറഞ്ഞിട്ടുള്ളത്, ഇന്നും പറയുന്നുണ്ട്, നാളെയും പറയും. മറ്റൊന്ന്, ഈ മന്ത്രി സജി ചെറിയാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്, അതായത് മുസ്ലിം ലീഗിൻ്റെ കാസർകോട്ടും മലപ്പുറത്തുമൊക്കെ ജയിച്ച ആളുകളുടെ പേര് നോക്കിയാൽ എത്രത്തോളം വർഗീയമാണ് എന്ന് മനസ്സിലാവുമെന്നൊരു പ്രസ്താവന, അത് വലിയ രീതിയിൽ വിവാദമായിരിക്കുകയാണ്. സജി ചെറിയാൻ അനുകൂലിക്കുന്നുണ്ടോ? അല്ല, അദ്ദേഹം തന്നെ ആ പ്രസ്താവനയെ സംബന്ധിച്ചിടത്തോളം അത് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന രൂപത്തിൽ കൊടുത്തതാണെന്നുള്ളതും അത്തരം കാര്യങ്ങളോട് അല്ല ഞാൻ പറഞ്ഞിട്ടുള്ളത് അത്തരം കാര്യങ്ങളല്ല എന്നുള്ള അദ്ദേഹം പിന്നീട് വ്യക്തമാക്കപ്പെടുകയുണ്ടായി എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. എന്തായിരുന്നാലും നമ്മൾ സ്ഥാനാർത്ഥികളെ നിർത്തുമ്പോൾ അതിൻ്റെ മറ്റു ഘടകങ്ങളെല്ലാം നമ്മൾ പരിശോധിക്കും. പക്ഷെ അതേസമയത്ത് ഇത്തരം കാര്യങ്ങൾ നോക്കിയിട്ടല്ലല്ലോ നമ്മൾ CPIM അത്തരം ആളുകളെ പരിഗണിക്കുന്നു. ഒക്കെ നമ്മൾ നിർത്തിയിട്ടുള്ള ആളുകളിലും ജയിച്ചു വന്നവരിൽ ജലീലുണ്ട്, അബ്ദുറഹ്മാനുണ്ട്, നന്ദകുമാറുണ്ട്, അങ്ങനെയുള്ള എല്ലാവരും ഉണ്ട്. മുസ്ലിമാണ് എന്നുള്ളത് നോക്കിയിട്ടല്ലല്ലോ നമ്മൾ അത്തരം കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങൾക്ക് ന്യൂനപക്ഷങ്ങൾ എന്നുള്ള നിലയ്ക്ക് നല്ല പരിഗണന ഞങ്ങൾ നൽകും. അതിൽ യാതൊരു സംശയമില്ല. ഞങ്ങൾ ഭൂരിപക്ഷത്തെ മതനിരപേക്ഷതയോടൊപ്പം ചേർത്ത് നിർത്തുമ്പോൾ തന്നെ ആ മതനിരപേക്ഷത ശക്തിപ്പെടുന്നത് ന്യൂനപക്ഷ സംരക്ഷണം ഉറപ്പാക്കിക്കൊണ്ടാണ്. അതാണ് ഞങ്ങളുടെ നിലപാട്. ക്യാമറമാൻ അനീഷ് തോട്ടക്കാടിനൊപ്പം ഇംതിയാസ് കരീം, മാതൃഭൂമി ന്യൂസ്, മലപ്പുറം. ഇംതിയാസ്, ഈ പറഞ്ഞ വാചകങ്ങളെ വളച്ചൊടിക്കുകയായിരുന്നു എന്നാണല്ലോ പറയുന്നത്. അങ്ങനെയെങ്കിൽ അതിൽ ഇനിയും വിശദീകരണവും മറുവിശദീകരണവും ഒക്കെ വരാനുമിരിക്കുന്നു. പറയൂ വിശദാംശങ്ങൾ. ഈ തിരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് പ്രത്യേകിച്ചും മന്ത്രിമാരടക്കമുള്ളവർ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുമ്പോൾ, ജമാഅത്ത് ഇസ്ലാമിയുടെ പരിപാടിയിൽ പങ്കെടുക്കുമ്പോഴൊക്കെ അതിനെ ന്യായീകരിച്ച് പാർട്ടിക്ക് ഒരു കോട്ടവും തട്ടാത്ത രീതിയിൽ മുന്നോട്ട് പോവുക എന്നൊരു നയമാണ് പ്രത്യേകിച്ചും CPM നേതാക്കളൊക്കെ ഇപ്പോൾ പുലർത്തിപ്പോരുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം ആദ്യം പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനോടാണ് V അബ്ദുറഹ്മാൻ ജമാഅത്തെ ഇസ്ലാമി പരിപാടിയിൽ പങ്കെടുത്തതിനെ കുറിച്ച് ചോദിക്കുന്നത്. അദ്ദേഹം ഒന്നും മിണ്ടാതെ പോകുന്നത് നമ്മൾ കണ്ടു, ഒന്നും മിണ്ടിയില്ല എന്നുള്ളതാണ് കാര്യം. എന്നാൽ ഇപ്പോൾ മലപ്പുറം CPM ജില്ലാ സെക്രട്ടറി VP അനിൽ ഈ മന്ത്രി അബ്ദുറഹ്മാൻ പങ്കെടുത്തതിനെ തള്ളാതെയും കൊള്ളാതെയും ഒരു നിലപാട് പറയുന്നു എന്നുള്ളതാണ് കാര്യം. അദ്ദേഹം കൃത്യമായി പറഞ്ഞു വെക്കുന്നത്, ജമാഅത്തിന്റെ രാഷ്ട്രീയം പറയുന്ന വേദിയല്ല ഇത്, അത് ഒരു ചാരിറ്റി പ്രവർത്തനത്തിന്റെ ഭാഗമായുള്ള പരിപാടിയാണ്, ബൈത്തു സക്കാത്താണ്, അതിലാണ് പങ്കെടുത്തത്, അതിന്റെ ഉദ്ഘാടകനാണ്. അതിൽ അങ്ങനെ പങ്കെടുത്തതിൽ തെറ്റ് കാണേണ്ടതില്ല, പിന്നെ കൃത്യമായി അതിൽ മറുപടി പറയേണ്ടത് അദ്ദേഹം തന്നെയാണ്, മന്ത്രി അബ്ദുറഹ്മാൻ തന്നെയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. പക്ഷേ അതിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, നേരത്തെയും ഇത്തരത്തിൽ വളരെ മുൻപ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഇതേ രീതിയിൽ തന്നെ ജമാഅത്തിന്റെ പരിപാടികളിലൊക്കെ അതല്ലെങ്കിൽ ബൈത്തു സക്കാത്തിന്റെ പരിപാടികളിലൊക്കെ CPM നേതാക്കൾ പങ്കെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് വിവാദമാകുന്നതിന്റെ ഒരു പശ്ചാത്തലം നിരന്തരമായിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനും പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനും ഒക്കെ UDF ജമാഅത്ത് ബന്ധം ആരോപിക്കുകയും അവർ വർഗീയമാണ്, തീവ്രവാദികളാണ് എന്ന് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത് വിവാദമാകുന്ന പശ്ചാത്തലം ഉണ്ടാകുന്നത്. അതിൽ തന്നെ ഈ ബൈത്തു സക്കാത്ത് ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയങ്ങൾ കൃത്യമായി പ്രചരിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പരിപാടിയാണ് ബൈത്തു സക്കാത്ത് എന്നത്. അതിന്റെ സുതാര്യതയില്ലായ്മയെ കുറിച്ചൊക്കെ എല്ലാ കാലത്തും ചർച്ചയാവുന്നതാണ്.
എന്നുള്ളതാണ്. പ്രത്യേകിച്ചും കാന്തപുരം AP സമസ്തയും EK സമസ്തയും ഒക്കെ നിരന്തരമായിട്ട് ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ ബൈത്തു സക്കാത്തിനെതിരെ വിമർശനം ഉന്നയിക്കുന്നതാണ്. അവരുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനും ഒരു കൃത്യമായ ഔട്ട്റീച്ച് ജമാഅത്തിന് ഉണ്ടാക്കാനും ഒക്കെയാണ് ബൈത്തു സക്കാത്ത് ഉപയോഗിക്കുന്ന ഒരു വിമർശനം നിലനിൽക്കുന്നുണ്ട്. ആ സാഹചര്യത്തിൽ കൂടെയാണ് ഇത്തരത്തിൽ വിമർശനം ഉന്നയിക്കപ്പെടുന്ന ബൈത്തു സക്കാത്ത് പരിപാടിയിൽ മന്ത്രി V അബ്ദുറഹ്മാൻ പങ്കെടുത്തത് എന്നൊരു കാര്യവും നിലനിൽക്കുന്നു. എന്തായാലും ഒരു കൃത്യമായ മറുപടിയും ഇതിൽ മന്ത്രി അബ്ദുറഹ്മാനെ പൂർണ്ണമായി തള്ളാൻ ഇതുവരെ പാർട്ടി തയ്യാറായിട്ടില്ല. എന്നാൽ മുസ്ലിം ലീഗോ അതല്ലെങ്കിൽ കോൺഗ്രസോ ഇത് ഓൺ ചെയ്ത് മുന്നോട്ട് വരാൻ തയ്യാറാകുന്നില്ല എന്നൊരു കാര്യവും നിലനിൽക്കുന്നുണ്ട്. കൃത്യമായി ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ ജമാഅത്തെ ഇസ്ലാമിയെ തിരഞ്ഞെടുപ്പിലടക്കം ആയുധമാക്കുന്ന സമയത്താണ് മന്ത്രി V അബ്ദുറഹ്മാൻ പാർട്ടിക്ക് വിനയാകുന്ന രീതിയിൽ ഇങ്ങനെ ഒരു ജമാഅത്ത് വേദിയിൽ പ്രത്യക്ഷപ്പെട്ടത് എന്നുള്ളതാണ് കാര്യം. അദ്ദേഹം അതോടൊപ്പം പറയുന്നത് ജമാഅത്തിന്റെ രാഷ്ട്രീയമല്ല, അവിടെ ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും ഒരുപോലെ എതിർക്കണമെന്നാണ് അദ്ദേഹം സംസാരിച്ചത് എന്നുകൂടെ പറഞ്ഞു വെക്കുന്നുണ്ട്. എന്നാൽ ഇത് കഴിഞ്ഞ് തൊട്ടടുത്ത് ആലപ്പുഴയിൽ ഒരു പരിപാടിയിൽ ബൈത്തു സക്കാത്തിന്റെ തന്നെ കനിവ് എന്ന മറ്റൊരു പരിപാടിയിൽ ഇതേപോലെ തന്നെ CPM-ൽ നിന്നൊരാൾ പങ്കെടുത്ത ദൃശ്യവും നമ്മൾ കണ്ടു. അതിൽ ഇതിന്റെ ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറായിട്ടുള്ള P മുജീബ് റഹ്മാൻ അടക്കം പങ്കെടുത്ത പരിപാടിയാണ് എന്നുകൂടെ ഉണ്ട്. അപ്പോൾ എന്താണ് CPM നിലപാട്? ഇങ്ങനെയൊക്കെ പറയുമ്പോൾ CPM നേതാക്കൾ പ്രത്യേകിച്ചും മന്ത്രിസ്ഥാനത്തിരിക്കുന്ന ആളുകളൊക്കെ ഇങ്ങനെയാണോ മുന്നോട്ട് പോകേണ്ടത്, അതല്ലെങ്കിൽ എന്താണ് ഇതിൽ നിലപാട്, ജമാഅത്തുമായിട്ടുള്ള ഞങ്ങളുടെ ബന്ധം എന്താണ് എന്ന് കൃത്യമായിട്ട് CPM തന്നെയാണ് പറയേണ്ടത്. മറ്റൊന്ന് സജി ചെറിയാന്റെ വർഗീയ പരാമർശമാണ്. ആ സജി ചെറിയാന്റെ വർഗീയ പരാമർശത്തിലും CPM നേതാക്കൾ ഇപ്പോൾ പുലർത്തി പോകുന്നത് സജി ചെറിയാനെ പൂർണ്ണമായി തള്ളിപ്പറയാൻ ഇവർക്കാർക്കും കഴിയുന്നില്ല. പ്രത്യേകിച്ചും മുസ്ലിം ലീഗ് ഒരു വർഗീയ പാർട്ടിയാണ് എന്ന് മനസ്സിലാക്കാൻ കാസർകോട്ടും മലപ്പുറത്തും ഒക്കെ ജയിച്ചവരുടെ എണ്ണം നോക്കിയാൽ മതി, പേരുകൾ നോക്കിയാൽ മതി എന്നായിരുന്നു പറഞ്ഞത്. എന്നാൽ അതിനെയും അദ്ദേഹം പറഞ്ഞതിനെ മാധ്യമങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചതാണ്. അദ്ദേഹം പിന്നീട് ഇത് വ്യക്തമായി പറഞ്ഞു എന്നൊക്കെയാണ്. പക്ഷേ കൃത്യമായി ആ പ്രസ്താവന കേൾക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് നോക്കിക്കാണുമ്പോൾ നമുക്ക് അദ്ദേഹം പറഞ്ഞതിൻ്റെ ഒരു സത്ത മനസ്സിലാവുന്നുണ്ട്. അതിൽ തന്നെ കഴിഞ്ഞ ദിവസമൊക്കെ മലപ്പുറത്ത് നമ്മൾ കണ്ടു, മലപ്പുറം ജില്ലാ പഞ്ചായത്തിലേക്ക് ജയിച്ചവരുടെ എണ്ണമടക്കം പുറത്തുവിട്ടുകൊണ്ടാണ് UDF പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് ഇതിനെ പ്രതിരോധിച്ചു വരുന്നത്. അതിൽ ഇപ്പോൾ 33 ഡിവിഷനിലേക്ക് 33 ആളുകളും ജയിച്ചത് UDF ആണ്. അതിൽ CPM മത്സരിപ്പിച്ചവരിൽ തന്നെ 22 മുസ്ലിങ്ങളുണ്ട്. സമാനമാണ് കാസർകോട്ടേക്ക് പോകുമ്പോഴുള്ള സ്ഥിതി, കോഴിക്കോട്ടേക്ക് വരുമ്പോഴുള്ള സ്ഥിതിയൊക്കെ അങ്ങനെ തന്നെയാണ്. അതിൽ പക്ഷേ അനിൽ സജി ചെറിയാനെ തള്ളുന്ന രീതിയിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, KT ജലീലും മന്ത്രി V അബ്ദുറഹ്മാനും ഒക്കെ ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് ജയിച്ചു വന്ന ആളുകളാണ്, മുസ്ലിങ്ങൾക്ക് കൃത്യമായി പരിഗണന കൊടുക്കുന്ന. എന്താണ് ഇനി സജി ചെറിയാൻ അടക്കമുള്ളവർ മറുപ്രതികരണവുമായി വരുന്നത് എന്ന് ഇംതിയാസ് കരീമാണ് വിശദാംശങ്ങൾ നൽകിയത്.